ഷാഫി പറമ്പനും വി ഡി സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ മാത്രം കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴിപ്പെടുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നമാണ്. പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം തേടാൻ പോയവർ മറ്റ് സമുദായ നേതാക്കളുടെ ഒന്നും അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് പോയില്ല? അവരാരും ഗൗനിക്കപ്പെടേണ്ടവരല്ല എന്നാണോ കോൺഗ്രസ് ധരിച്ചിരിക്കുന്നത്? വി ഡി സതീശൻ എപ്പോഴും പറയുമല്ലോ, ഞങ്ങൾ സമുദായ നേതാക്കളുടെ ഒന്നും തിണ്ണ നിറങ്ങാൻ പോകാറില്ലെന്ന്. തലയിൽ മുണ്ടിട്ട് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും കാണാൻ വി ഡി സതീശന് മടിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ പോകുന്നവരല്ല എന്നാണ്. പാണക്കാട് തങ്ങളെ മാത്രം കണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ടല്ലേ? ഇതുവരെ സതീശൻ PFIയുമായുള്ള ബന്ധം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും PFI വോട്ട് വേണ്ട, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ വലിയ ആർജവം കാണിക്കുന്നുവെന്ന് വീമ്പിളക്കിയ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് പാലക്കാട് SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത്? SDP-ക്കാർ ഞങ്ങളുടെ പ്രചാരണത്തിന് ഇറങ്ങണ്ട എന്താണ് പറയാത്തത്? SDP-യുടെ നോട്ടീസും കൊണ്ട് വീടുകൾ കയറാൻ നാണമില്ലേ സതീശ? നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നോട്ടീസും കൊണ്ട് തലയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ വി ഡി സതീശന് നാണമില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വിനാശകരമായ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് വി ഡി സതീശനും UDF-ഉം. അതിനോട് മത്സരിക്കുകയാണ് LDF. PDP-യുടെ പിന്തുണ പരസ്യമായി തേടിക്കൊണ്ടാണ് LDF മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ 77% ഒരു വിലയുമില്ലെന്നാണോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പല സമുദായ സംഘടനകളും പറഞ്ഞു മുനമ്പത്ത് ഞങ്ങളുടെ ആധിപത്യം സർക്കാർ പ്രഖ്യാപിക്കണം, ഒരിക്കൽ കൂടി മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായ സംഘടനകൾ. ഇതൊരു ഭീഷണിയല്ലേ? അപ്പോൾ കേരളത്തിൽ 10-18% വരുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്ക എന്തുകൊണ്ട് LDF-ഉം UDF-ഉം പങ്കുവയ്ക്കുന്നില്ല? അവർ വോട്ട് ബാങ്ക് അല്ലേ? അവർ രണ്ടാംകിട പൗരന്മാരാണോ? ഈ തെരഞ്ഞെടുപ്പ് മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. UDF-ഉം LDF-ഉം പരീക്ഷിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഏൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് UDF-ഉം LDF-ഉം പ്രചാരണം നടത്തുന്നത്. ശക്തമായ തിരിച്ചടി LDF-നും UDF-നും ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകും. ഇന്നലെ പാലക്കാട്ടേക്ക് എത്തുകയുണ്ടായി. പാലക്കാട് നഗരസഭാ ഭരണം അട്ടിമറിക്കുന്നൊക്കെ പറഞ്ഞാണ് വന്നത്. മാത്രമല്ല SDP-യുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറയുകയും. അതെ, SDP-യുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാനത് തന്നെയല്ല, ആദ്യ ദിവസം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. SDP-ഐ ആരുടെ പാർട്ടിയാണ്? PFIയുടെ പാർട്ടിയല്ലേ? അതല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ കോൺഗ്രസ്സിന്. PFIയുടെ രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്. പിന്നെ മഹാരാഷ്ട്രയിൽ എന്തോ വലിയ കാര്യം നിർവഹിക്കാനുണ്ടായിരുന്ന ഒരാൾ, പാവം, ഇവർ പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്ന് വിമാനം പിടിച്ച് കോയമ്പത്തൂർ വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാലക്കാട് വന്ന് ഇപ്പം അട്ടിമറിക്കാം. ആദ്യം പറഞ്ഞ് രാവിലെ അട്ടിമറിക്കും. എന്താ നിങ്ങൾ BJP-യെ പറ്റി ധരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങളെ പെൺകുട്ടികളായിട്ടുള്ള കൗൺസിലർമാരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കില്ല ആൾക്കാർ, അവരെപ്പറ്റി എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ പോയി നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? പാവം ആ KC വേണുഗോപാൽ, മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി, കേരളത്തിൽ ഇതാ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അത് ഏറ്റുപാടി നിങ്ങളും ഇവിടെ വന്ന് വെറും കയ്യാലെ മടങ്ങിപ്പോണ്ടി വന്നില്ലേ? ഒരു ദിവസം അദ്ദേഹത്തിന് നഷ്ടമായില്ലേ? അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിൻ്റെ
തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് പാലക്കാടൻ ജനത നൽകും.